നന്മയുടെ ഒരു പുസ്തകം, നന്മയുടെ കഥ, നന്മയുടെ നോവൽ ഈ സമയത്ത് ലിബി പബ്ലിക്കേഷൻ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോവുകയാണ്. തൻ്റെ വിരലുകൾ കണ്ണാക്കി എഴുതിയ ഒരു നോവലാണ് എൻ്റെ സ്വന്തം സ്നേഹഗായകൻ ഡോക്ടർ ഗ്ലോറി മാത്യു എഴുതിയ ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം എഴുതിയ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ രാത്രി ഇവിടെ നടക്കാൻ പോകുന്നത്. എനിക്കിപ്പോ ഒരു പാട്ട് പാടാനാണ് തോന്നുന്നത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലകൾ തിരമാലയിൽ ആ ചെറുതോണിയിൽ അമരത്തരികിൽ അവനുള്ളതാ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ പടച്ച തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ മഴയും തോരും, എല്ലാ കാറ്റും അടങ്ങും, എല്ലാ വേദനയും കുറയും എന്നാണ് പറയുന്നത്. യേശുവിനെ ഇത്രമാത്രം പ്രണയിക്കുന്ന ഒരാൾ, യേശുവിനോട് ഇത്രമാത്രം ആത്മബന്ധമുള്ള ഒരാൾക്ക് ഇങ്ങനൊരു പുസ്തകം എഴുതാൻ കഴിയും. എൻ്റെ സ്വന്തം സ്നേഹഗായകൻ. ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പുസ്തകവും ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ജീസസ് മൈ സ്വീറ്റ് ഹാർട്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഒരുപാട് പുസ്തക വേദിയിൽ നമ്മളോടൊപ്പം ലിപിയോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് പ്രിയങ്കരനായ, നല്ല മനസ്സുള്ള, ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസാർ തലങ്കരയെ വളരെ സ്നേഹപൂർവ്വം ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹമാണ് ഈ നോവൽ ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട AV അനിൽ കുമാർ സാറാണ്. പ്രമുഖനായ പത്രപ്രവർത്തകനാണ്. 100ഓളം പുസ്തകങ്ങൾ മലയാളിക്ക്, കേരളീയർക്ക് സമ്മാനിച്ച AV അനിൽ കുമാർ സാർ പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, നല്ലൊരു യാത്രക്കാരൻ കൂടിയാണ്. ഒരുപാട് രാജ്യങ്ങൾ, അദ്ദേഹം കാണാത്ത രാജ്യങ്ങളും അനുഭവിക്കാത്ത വെളിച്ചവും ഉണ്ടോ എന്നെനിക്കറിയില്ല. AV അനിൽ കുമാർ സാറിന്റെ കൈകൾ കൊണ്ടാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ പോകുന്നത്. ഒപ്പം നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം ശബ്ദത്തിന്റെ തമ്പുരാൻ, ശബ്ദത്തിന്റെ രാജകുമാരൻ, പ്രിയപ്പെട്ട ബെന്ന ചേന്നമംഗലൂർ. അദ്ദേഹത്തിന്റെ ആശംസ നമുക്ക് ഈ വേദിയിൽ കേൾക്കാം. ഹാരിസ് കുണ്ടുങ്ങര, ഹാരിസ നമുക്ക് സ്വാഗതം ചെയ്യാം. എഴുത്തുകാരനാണ്, ലിപിയോടൊപ്പം എപ്പോഴും ചാരി നിൽക്കുന്ന ഒരു പ്രിയങ്കരനായ സുമുഖനായ ചെറുപ്പക്കാരനാണ് ഹാരിസ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വിനീഷ് വിദ്യാധരൻ സാർ ഇവിടെ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ബഷീർ തിക്കോടി, സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ബഷീർ തിക്കോടിയെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഷാജി സാർ, വെൽക്കം. അതുപോലെ തന്നെ സജീദ് ഖാൻ, അദ്ദേഹം ഇവിടെ ഉണ്ടാവും. അദ്ദേഹം ലിപിയുമായിട്ട് ഏറ്റവും അടുത്ത ആളാണ് സജീദ് ഖാൻ. ലിപി അക്ബർ സാറിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു മനോഹരമായ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നല്ല പുസ്തകം പരിധിയില്ലാത്ത ചക്രവാളമാണ് എന്നാണ് പറയുക. ഈ പുസ്തകത്തിന് പരിധി ഇല്ല. സ്നേഹത്തിന്റെ പുസ്തകമാണ്, പ്രണയത്തിന്റെ പുസ്തകമാണ്. പക്ഷേ വേറിട്ട പുസ്തകമാകുന്നത് അത് യേശുവിനോടുള്ള പ്രണയമാകുമ്പോഴാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം.
ബെന്ന സാറാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. നിറഞ്ഞ കയ്യടി ഉണ്ടാവട്ടെ. നിസാർ സാറിന്റെ വാക്കുകളിലേക്ക്. എല്ലാ പുസ്തകങ്ങളും മഹത്തരമാണ്. പ്രത്യേകിച്ച് അത് ജീസസ് ക്രൈസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ പ്രത്യേക മാനവും ലോക സ്നേഹം മാത്രം പറഞ്ഞു പോയ പ്രവാചകനാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിത്വത്തെ പറ്റിയാണ് ഇവിടെ സ്നേഹരൂപേണ ഈ പുസ്തകം നൽകിയിട്ടുള്ളത്. അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് എക്സാക്റ്റ് അറിയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള പുസ്തകം, അത് പ്രത്യേകിച്ച് ഷാർജ ഇന്റർനാഷണൽ ഫെയറിന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഷാർജ ഇന്റർനാഷണൽ മുമ്പ് പറയാറ് മിഡിൽ ഈസ്റ്റിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേര് മാറ്റി ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരിക്കാം. ഇവിടെ ആശയ സംവാദമാണ് നടക്കുന്നത്, സ്നേഹമാണ് നടക്കുന്നത്, സ്നേഹത്തിന്റെ പരസ്പരം കൈമാറ്റങ്ങളാണ് നടക്കുന്നത്. അത് ലോകത്തിന് വളരെ കുറഞ്ഞു വരുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ പുരോഗമനപരമായ ലോകങ്ങളിൽ പോലും ആശയം സംവദിക്കാൻ പറ്റാതെ അത് വളരെ മനസ്സുകളൊക്കെ വളരെ ചെറുതായി പോയി അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും പോകുമ്പോൾ ഷാർജ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ കൊച്ചു രാജ്യത്തിന്റെ ഷാർജ എന്ന് പറയുന്ന മനോഹരമായ പ്രദേശത്ത് ലോകത്തിന്റെ ജനങ്ങളെ സംവാദനത്തിന് വേണ്ടി വിളിക്കുക, സ്നേഹത്തിന് വേണ്ടി വിളിക്കുക. അവിടെയാണ് ജീസസ് ക്രൈസ്റ്റിന്റെ ബുക്ക് ഇവിടെ പുറത്തിറങ്ങിയിട്ടുള്ളത്. നല്ല മാച്ചാണ്. നോവലാണ്. വെരി ഗുഡ്. അപ്പോൾ എല്ലാം വേണം. എല്ലാവിധ ആശംസകളും. ഇത് എല്ലാവർക്കും വായിക്കാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. നമുക്ക് അനിൽകുമാർ സാറിന്റെ വാക്കുകൾ കേൾക്കാം. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും വളരെ ആഹ്ലാദപരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നത്. ഈ നോവൽ നിസാർ പറഞ്ഞതുപോലെ എനിക്കും വായിക്കാൻ പറ്റിയിട്ടില്ല. വായിക്കാൻ പോയി അത് മറിച്ച് നോക്കാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷേ യേശുവിനെ മറ്റൊരു രീതിയിൽ വായിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ അറിയുന്ന ആളുകൾക്കറിയാം. കലാപകാരികളായ എല്ലാ പ്രവാചകന്മാരും മറ്റൊരു രീതിയിൽ പഠിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം അലക്കുകാർക്ക് മാത്രമായി ഒരു സമുദായം ഉണ്ടാക്കി നമ്മുടെ മതം, വെള്ളാള സമുദായം. എന്നാൽ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ശാസ്ത്രമാണ്. അലക്കുകാരനെ മാറ്റി വാഷിംഗ് മെഷീൻ വരുന്ന കാലം. ചൈന ചൊവ്വയിൽ കൃഷി നടത്തുമ്പോൾ ചൊവ്വ ദോഷം കൊണ്ട് മലയാളി പെൺകുട്ടികൾക്ക് കല്യാണം നടക്കാതെ പോകുന്ന കേരളമാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ്. ലാത്തൂഫ് എന്ന് പറയുന്ന ബ്രസീലിയൻ കാർട്ടൂണിസ്റ്റ് യേശു ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ചെഗുവേരയോടെയാണ്. അദ്ദേഹം വെടിയേറ്റ് അമേരിക്കൻ കുതന്ത്രത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നോക്കി അമേരിക്കൻ പട്ടാളക്കാരൻ എഴുതിയത് ആ മരിച്ചു കിടക്കുന്നപ്പോഴും യേശുവിനെ പോലെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു എന്നാണ് ആ ലാത്തൂഫ് എഴുതിയത്. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവകാരി, സാമൂഹ്യ വിപ്ലവകാരി, ആ സാമൂഹ്യ വിപ്ലവകാരികളെ മറ്റൊരർത്ഥത്തിൽ വായിക്കണം, മറ്റൊരർത്ഥത്തിൽ പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു അനിൽകുമാർ സാർ. നമുക്ക് ഡോക്ടറോട് ചില ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് ഡോക്ടർ എത്തിയത്? യേശുവിനോടുള്ള പ്രണയം അതൊരു കഥയായി, നോവലായിട്ട് എഴുതാനുള്ള പ്രചോദനം എങ്ങനെയായിരുന്നു? സത്യത്തിൽ ദിസ് ബുക്ക് എനിക്ക് പറയുന്നത് ഒരു ട്രാവലോഗ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ട്രാവലോഗ്, ടോട്ടലി ഡിഫറെൻറ്റ് ട്രാവലോഗ്. യാത്രാ വിവരണമായി എഴുതാൻ തുടങ്ങിയ എനിക്ക് ഒരു മെസ്സേജ് പോലെ കിട്ടിയതാണ് എന്നോടൊപ്പം അനുയാത്ര ചെയ്യുന്ന യേശുവിൻ്റെ മർമ്മരങ്ങൾ. ആ മർമ്മരങ്ങൾ ഒരു സ്നേഹത്തിൻ്റെ, ലാളനയുടെ, വാത്സല്യത്തിൻ്റെ ഭാഷയായി ഈ പുസ്തകത്തിൽ വന്നപ്പോൾ
അങ്ങനെ ഒരു നോവലിൻ്റെ ഭാവം ആദ്യത്തെ 2 അധ്യായത്തിൽ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ സ്മരിക്കുകയാണ് എം മുകുന്ദൻ സാറ്, ഗ്രേറ്റ് നോവലിസ്റ്റ് എം മുകുന്ദൻ സാർ എന്നോട് പറഞ്ഞു, ഗ്ലോറി, ഇത് വെറും ഒരു യാത്രാ വിവരണമായിട്ട് എഴുതരുത്. ജീസസ് ഈസ് ടോക്കിംഗ് ടു യു ഡേ ബൈ ഡേ. അപ്പോൾ അത് ഒരു നോവലായി തന്നെ എഴുതണം. അങ്ങനെ ഇതൊരു നോവലിൻ്റെ രൂപത്തിലാക്കാൻ പ്രചോദനമാകിയ എം മുകുന്ദൻ സാറാണ്. ആഫ്റ്റർ ദാറ്റ് ഇത് വായിച്ച ഈ പുസ്തകം മലയാളത്തിൻ്റെ പ്രകാശനം ഓഗസ്റ്റ് 24 കോട്ടയം KPS മെനോൻ ഹാളിൽ വളരെ എന്താ പറയുക ഹെവൻലി ആയിട്ട് നടന്നു. അതിനുശേഷം വായിച്ചവരൊക്കെ പറഞ്ഞത് ഇറ്റ്സ് എ വണ്ടർഫുൾ ക്രിയേഷൻ. ഒരു യാത്രാ വിവരണം ഇങ്ങനെ എഴുതാൻ സാധിക്കുമോ എന്നാണ് പലരും എന്നോട് ചോദിച്ചത്. ആ ഒരു ചോദ്യം ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നോടൊപ്പം അനുയാത്ര ചെയ്ത യേശു is a very good companion for any man or woman, no caste, no creed, no color, no country, anywhere, anybody can accept him, receive him if you believe he is a good friend. He is a good friend. Yes, I am proclaiming through my book, Jesus Christ is a good friend for everybody. ഇനി ഞാൻ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് ഒരു 1 man show ആവും. കാരണം എൻ്റെ പുസ്തകം വായിച്ച് അതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായി നല്ല ഭാഷാ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാനത് അവർക്ക് കൊടുക്കുന്നു. പക്ഷെ ഞാൻ അഭിമാന പുരസ്സരം പറയുകയാണ്, ഇതുപോലൊരു യാത്രാ വിവരണം ഉണ്ടാവില്ല, ഇതുപോലെ മറ്റൊരു ദൈവം ഉണ്ടാവില്ല. കാരണം ഇത് ദൈവമല്ല, മനുഷ്യനായി, പച്ച മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ദൈവപുത്രൻ്റെ കൂടെ നടന്ന ആ പ്രേമ സല്ലാപങ്ങൾ തന്നെയാണ്. പ്രേമം എന്ന വാക്കിനെ വേറൊരു രീതിയിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുമെങ്കിൽ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ പ്രേമത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വായിക്കുക. ലിബി പബ്ലിക്കേഷൻസ് വഴി ഈ പുസ്തകം പ്രകാശനം ചെയ്തതും മറ്റൊരു നിമിത്തമായി ഞാൻ കാണുകയാണ്. കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് ജസ്റ്റ് MV അക്ബറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ നോവലിസ്റ്റാണ്, ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ രചനയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ക്യാൻ യു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സസന്തോഷം ഏറ്റു, വി വിൽ ഡു ഇറ്റ്. അപ്പോൾ ഐ ആം പ്രൗഡ് ഓഫ് ലിബി പബ്ലിക്കേഷൻസ് ആൻഡ് താങ്കിങ് മൈ ഗോഡ് ഓൾമൈറ്റി ജീസസ് മൈ സ്വീറ്റ് ഹാർട്ട്. എല്ലാവരും ഇത് വായിക്കുക. കൂടുതൽ സംസാരിക്കുന്നില്ല, സമയപരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. മാം, സമയമുണ്ട്. ഇവര് കുറച്ച് പേര് സംസാരിച്ചിട്ട് നമുക്ക് വീണ്ടും വരാം. തീർച്ചയായും നമുക്ക് ബെന്നമാഷക്ക് ഈ പുസ്തകത്തിനെ കുറിച്ചും കഥാകാരിയെ കുറിച്ചും എന്താ പറയാനുള്ളതെന്ന് അറിയാം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പ്രണയപൂർവ്വം കൂടെ കൂട്ടുന്ന ഒരു നോവലാണിത്. തീർച്ചയായിട്ടും ഈ നോവലിൻ്റെ സൃഷ്ടിപ്പിൽ അവർ വലിയ ആഹ്ലാദം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ അല്പം ഓടിച്ച് നോക്കുമ്പോൾ തന്നെ എളുപ്പം മുന്നോട്ട് പോകാവുന്ന രചനാശൈലിയുണ്ട്. ഗോഡ് ഈസ് ലവ് എന്നാണ്, സ്നേഹമാണ് ദൈവം. ദൈവത്തിൻ്റെ സ്നേഹം കണ്ടെത്തുക എന്നതാണ് തീർച്ചയായിട്ടും ജീവിതയാത്രയിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്ന് ഈ നോവൽ നമ്മളോട് പറയുന്നുണ്ട്. ഇത് പുതിയൊരു അനുഭവം. പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുസ്തകം എന്ന് പറയാറുണ്ട്. പുത്തൻ കാര്യം അകത്തുള്ളത് ആണ് പുസ്തകം അല്ലെങ്കിൽ പുസ്തകം. അത് മാത്രമല്ല, അകത്തിനെ പുത്തനാക്കുന്നത് കൂടി ആവണം പുസ്തകം എന്നുണ്ട്. അഥവാ നമ്മുടെ മനസ്സിനെ നവീകരിക്കുവാൻ ഓരോ പുസ്തകത്തിനും സാധിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈ നോവൽ നമ്മെ പുതുക്കും എന്ന് ഉറപ്പാണ്. ശ്രീ ഡോക്ടർ ഗ്ലോറി, താങ്കൾ കൂടുതൽ ഗ്ലോറിഫൈ ആകുന്നു ഈ ഒരു നോവലിലൂടെ എന്ന് നാം തിരിച്ചറിയുന്നു. എല്ലാവിധ ആശംസകളിലും നന്ദി. താങ്ക് യു ബെന്നമാഷ്. ബെന്നമാഷയുടെ വാക്കുകളിൽ കുഞ്ഞുണ്ണി മാഷയും കൂടി ഓർത്തതിന് വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പുസ്തകം എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷാണ് അല്ലേ? എപ്പോഴും പുസ്തകത്തിന് പുസ്തകം എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ഹാരിസ് കുണ്ടങ്ങരയുടെ യെസ് ഹാരിസ് സാർ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഗ്ലോറി ടീച്ചറെ വളരെ അടുത്താണ് പരിചയപ്പെട്ടത്. ടീച്ചർ എന്ന് വിളിക്കാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും പൂർവ്വകാല അധ്യാപകരാണ്. ടീച്ചർ റിട്ടയർ ആയതാണ്, ഞാൻ റിസൈൻ ചെയ്തതാണ്. എന്തായാലും അധ്യാപന ജീവിതത്തിൽ നിന്ന് സർക്കാർ സർവീസിലേക്കും സാമൂഹിക നീതി വകുപ്പിലേക്കും അതിലൂടെ ഒരുപാട് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മഹത് വ്യക്തിത്വത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് തന്നെ വളരെ
അനുഗ്രഹമായി കാണുകയാണ്. അതോടൊപ്പം മാഡത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിലുപരിയായ ഒരു സന്തോഷമാണ്. ഈ പുസ്തകത്തിനും അതുപോലെ മാഡത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എഴുത്തുകളിലും ഒക്കെ തന്നെ നമ്മൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിമൺ എംപവർമെൻറ്റിനെ കുറിച്ച്, സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് മുഖ്യമായും പറയുന്നത്. പല വേലിക്കെട്ടുകൾക്കുള്ളിലും എഴുതാനും പറയാനും പ്രകടിപ്പിക്കാനുമുള്ള സ്ത്രീ വികാര വിചാരങ്ങളെ ഒരു പരിധിവരെ പുസ്തകത്താളുകളിലേക്ക് കോറിയിട്ട ഒരു മഹത് വ്യക്തിത്വമാണ് ടീച്ചർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിലും നമ്മൾ ഒരുപക്ഷെ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അതൊരു പക്ഷേ ഒരു റിലീജിയസ് ബുക്കാവാം. അത് തന്നെ കോഴിക്കോട്ടെ ലിബി അക്ബറിന്റെ നേതൃത്വത്തിലുള്ള ലിബി പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ പല രീതിയിലും പല ആംഗിളിലും നോക്കിക്കാണാൻ ശ്രമിക്കുകയും പല രീതിയിലും നമ്മളതിനെ വിമർശിക്കപ്പെടുകയോ പുകഴ്ത്തപ്പെടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ പുസ്തകത്തിൽ പോലും ടീച്ചർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ടീച്ചർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക്, ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഒരുപാട് അടിച്ചമർത്തലുകൾക്ക് വിധേയമാകപ്പെടുന്ന വലിയൊരു സമൂഹത്തിന്റെ വികാര വിചാരങ്ങളെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരു പരിധിവരെ ടീച്ചർ ഇതിൽ കോറിയിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ ഒരു നല്ല സുദിനമായി ഞാൻ സന്തോഷിക്കുകയാണ്, അതിവിടെ പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലിബി പബ്ലിക്കേഷൻസും അക്ബർക്കായും നമ്മൾക്കറിയാം ഷാർജ പുസ്തകമേളയിൽ വിവിധ രീതിയിലുള്ള, ഒരുപക്ഷെ അത് മതപരമായ റിലീജിയസ് പുസ്തകങ്ങളാവാം, ട്രാൻസ്ലേഷൻസ് ആവാം, ഓർമ്മക്കുറിപ്പുകളാവാം, നോവലുകളാവാം എന്ന് തുടങ്ങിയിട്ട് സാഹിത്യ മേഖലയിലുള്ള എല്ലാ രീതിയിലുമുള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതും അത് ജനകീയമാക്കുന്നതിലും അതുപോലെ തന്നെ ഇതുപോലെ സമൂഹം അറിയേണ്ട ആളുകളെ കൂടുതൽ സമൂഹത്തിലേക്ക് അറിയിക്കുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലധിക കാലമായി കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തക മേഖലകളിലൊന്നായ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ലിബിയും അക്ബർക്കായും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഹാരിസ് സാർ. നമുക്ക് ബഷീർ കെയുടെ വാക്കുകൾ കേൾക്കാം. ബഷീർ കെ വിളിക്കാതിരുന്നത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയാൽ ഒരു ഒഴുക്കായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സമയം വേണ്ടി വരും എന്നതുകൊണ്ടാണ്. ആ ഒഴുക്കിലേക്ക് നമുക്കൊന്ന് നീന്തി കടക്കാം. ഞാൻ ഈ ഇരുട്ടിനെ വെളിച്ചമാക്കി തീർക്കുന്നു എന്ന ഒരു ബോധാബോധ്യത്തിൻ്റെ നിറവാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്ലോറി ടീച്ചറുടെ ജീവിതം അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. യേശുവിനെക്കുറിച്ചാണ്, വെളിച്ചത്തെക്കുറിച്ചാണ് അവർ എഴുതുന്നതെങ്കിൽ പോലും സ്വകാര്യ സംഭാഷണത്തിലൊക്കെ അവർ പറയുന്നത് ദേശത്തിൻ്റെ, ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ, സംസ്കൃതിയുടെ ഇഴയെടുപ്പങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട്, അതിൻ്റെ മതിൽക്കെട്ടുകളൊക്കെ തകർത്തുകൊണ്ട് മനുഷ്യനും സ്നേഹിക്കുന്ന അനിർവചനീയമായ അനുഭൂതിയിലേക്ക്, അതിൻ്റെ വിശുദ്ധിയിലേക്ക് പോകുന്നൊരു മനസ്സ് ഈ വലിയ ശരീരത്തിൻ്റെ അകത്ത് വലിയ വലിപ്പത്തോടു കൂടി അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ കാലത്തെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ കരുതുന്നു. ഈ പുസ്തകത്തിൻ്റെ പേരൊക്കെ ചിലപ്പോൾ മതങ്ങളൊക്കെ മതം പൊട്ടിത്തീരുന്നൊരു കാലത്ത് മതത്തിൻ്റെ അല്ലെങ്കിൽ ദൈവികതയുടെ സ്പർശം ഹൃദയത്തിൽ ആവാഹിക്കുകയും അത് സ്നേഹമാണെന്ന് ഉറക്കെ പറയുകയും അതിനുവേണ്ടി തൻ്റെ തൂലികയും തൻ്റെ നാവും തൻ്റെ ജീവിതവും തൻ്റെ സമ്പാദ്യവും ഒക്കെ ചിലവഴിക്കുകയും ചെയ്യുക എന്നൊരു സൽപ്രവൃത്തി ഗ്ലോറി ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നത് മനുഷ്യരെന്തിനാണ്, ഭഗവത്ഗീതയിൽ ഒരു വിഖ്യാതമായൊരു ചോദ്യമുണ്ട്, അതൊക്കെ പ്രയുക്തയാം പാപം ചരിതി പുരുഷൻ, നിങ്ങളെയൊക്കെ ഇങ്ങനെ പാപം ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നത് ആരാണ് എന്ന് ഒരു വേദഗ്രന്ഥം മനുഷ്യരായ മനുഷ്യരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഗ്ലോറി ടീച്ചർ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണിടാ ഇടയ്ക്ക് നമുക്കിടയിൽ ഒരു പകയുടെ കനൽപ്പെരുക്കമുണ്ടാവുന്നത്? എന്തിനാണ് മനുഷ്യരൊക്കെ പകയുടെയും വിദ്വേഷത്തിൻ്റെയും കടലിടുക്കിലൂടെ പോകുന്നത്? സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കൊക്കെ, നാം എന്തിനാണ് അതിൻ്റെ വാതിലുകളൊക്കെ കൊട്ടിയടച്ചിരിക്കുന്നത് എന്ന്. ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന, സ്നേഹത്തിൻ്റെ മാസ്മരികമായ അഭൗമ സൗന്ദര്യത്തെ ഹൃദയത്തിൽ ആവാഹിക്കുന്ന ഒരു സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക് മാത്രമാണോ, ടീച്ചർക്ക് മാത്രമാണ് വെളിച്ചത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച്, അതിൻ്റെ മാധുര്യത്തെക്കുറിച്ച് എഴുതാൻ കഴിയും. അസ്തമിച്ചു പോകുന്നു എൻ്റെ ആയുസ്സെന്നും എൻ്റെ ജീവിതമെന്നും കരുതി വിഷാദത്തിൻ്റെ ഒരു കടലിടുക്കിൽ ചെന്നിട്ട് അവിടെ കൂന കൂടി ഇരിക്കുകയല്ല, ആകാവുന്ന
ആവലാതികളൊന്നുമില്ലാതെ ഒരു ആകാശവിസ്തൃതിയിലേക്ക് എന്നതുപോലെ യാത്ര ചെയ്യുകയും പരമശിവന്റെ ഒരു കണ്ണുപോലെ മൂന്നാം കണ്ണുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദൈന്യതകളെയും അതിൻ്റെ ആഹ്ലാദങ്ങളെയും അതിൻ്റെ പോരാട്ടങ്ങളെയും പ്രതിരോധങ്ങളെയും ഒക്കെ കാണുമ്പോഴും അവിടെ മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന പകയുടെ ഇരുട്ടുണ്ടല്ലോ, അതിനെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് ആഞ്ഞു കുതിക്കുകയും അവിടെ സ്നേഹത്തിൻ്റെ സൗരഭ്യം പരത്തുകയും ചെയ്യുക എന്ന ജന്മദൗത്യമാണ് ഡോൾ ടീച്ചർക്ക് എഴുത്തും ജീവിതവും. മൈക്കോവസ്കി ലെനിൻ മരിച്ചപ്പോൾ എൻ്റെ ഗുരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. അല്ലേട്ടൻ മൈക്കോവസ്കി ലെനിൻ മരിച്ചപ്പോൾ എഴുതിയ ഒരു കവിതയുടെ തുടക്കം, എന്തു വന്നാലും കണ്ണീരിൽ മുങ്ങി ചാവുകയല്ല ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്നാണ്. മനുഷ്യരായ മനുഷ്യരൊക്കെ ഒരു ഗോത്ര സംസ്കൃതിയിലേക്ക് ദേശത്തിൻ്റെ, ഭാഷയുടെ, നിറത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, ഭാഷയുടെ, മതത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ, ദർശനത്തിൻ്റെ ഒക്കെ പേരിൽ ഗോത്ര സംസ്കൃതിയിലേക്ക് മൃഗതുല്യമായി പോകുമ്പോൾ സ്നേഹമായി പെയ്യുന്നൊരു മനസ്സ് ഈ അക്ഷരങ്ങളിൽ മുഴുക്കെ തെളിയുന്നത് ഈ ഒരു ചെറുപുസ്തകം. ഞാൻ ചെറുപുസ്തകം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് എത്ര തന്നെ എഴുതിയാലും തീരാത്തത്ര അധ്യായികകൾ ഏറേണ്ടുന്ന കാലത്ത് ഗ്ലോറി ടീച്ചർ ചെയ്യുന്നത് ഒരു മഞ്ഞുതുള്ളിയുടെ വിശുദ്ധമായ ഒരു ആലിംഗനം പോലെ നമ്മുടെയൊക്കെ അകത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഇരുട്ടിൻ്റെ മുകളിലേക്ക് വെളിച്ചത്തിൻ്റെ പ്രകാശരശ്മിയുടെ ഒരു വിസ്മയം കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും സമയക്കുറവ് കൊണ്ട് ഇതിൻ്റെ അധ്യായങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് വാങ്ങണം, വായിക്കണം, അത് നമ്മെ തന്നെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കാൻ ഉതകും എന്ന്. നോവലിൻ്റെ ഒരു കാര്യം അല്ലേട്ടൻ ഞാനൊക്കെ ഈ നോവൽ സംബന്ധമായ പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും അവതരിപ്പിക്കുമ്പോൾ ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത ഏവർക്കും എപ്പോഴും എന്തിനും വിസ്തൃതമായ ഒരിടം അതിൻ്റെ അകത്തുണ്ട് എന്നതാണ്. യാത്രയുടെ മകുടോദാഹരണങ്ങളുടെ ഒരു മേച്ചിൽപ്പുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഗ്ലോറി ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂന്നാം കണ്ണുകൊണ്ട് ഈ ലോകത്തിൻ്റെ വെളിച്ചത്തെ, ഈ ലോകത്ത് അസ്തമിച്ചു പോയ വെളിച്ചത്തെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ധ്യാന നിമഗ്നതയുടെ വെളിച്ചമായി സ്വയം തീരുന്നുണ്ട്. അവർ എല്ലാ കാലവും ആ അർത്ഥത്തിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗ്ലോറി ടീച്ചർക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. അവരെഴുതിയ പുസ്തകവും കലാധിപൃത്തിയായി എല്ലാ ചരിത്രാഖ്യായികളിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബഷീർ ഖാൻ. അഭിവന്യരെ, അഭി എന്ന് പറഞ്ഞാൽ കൂടുതൽ, വന്ധ്യർ എന്ന് പറഞ്ഞാൽ ബഹുമാന്യർ. തൈത്തിരിയോപനിഷത്തിലെ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കുകയാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യത്തിൻ്റെ ദേവതമാർ കളിയാടുന്നു എന്നുള്ളതാണ്. നോവൽ എന്ന പദത്തിൻ്റെ അർത്ഥം ഏറ്റവും പുതിയത് എന്നാണ്. മലയാളത്തിൽ അതിന് ആഖ്യായിക എന്ന് പറയും. ഈ നോവൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലോറി മാത്യു അയ്മനംകാരിയാണ്. നമുക്കറിയാം, അയ്മനത്തിൻ്റെ പ്രസിദ്ധി അറിയാം. ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം തൻ ശക്തി ജഗത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്നേഹമില്ലായ്മ ഒരു ദാരിദ്ര്യമാണ്. എഴുത്തുകാരൻ ബഹുമാനിക്കപ്പെടുന്നു. വിക്ടർ ഹ്യൂഗോയുടെ 70ാമത് ജന്മദിനത്തിൽ നൈസ് മുതൽ പാരീസ് വരെയുള്ള തെരുവീഥികളിൽ വായനക്കാർ, അനുവാചകർ പൂക്കൾ വിരിച്ചിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. അതുപോലെ പ്രസിദ്ധനായ തിരുക്കുറളിൻ്റെ കർത്താവിനെ ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ വലിയ പ്രതിമ സ്ഥാപിച്ച് ആദരിച്ചു വരുന്നു. അതുപോലെ കേരളത്തിലൊരു ആഹ്ലാദം വരുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ നോവൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയക്കുറവ് മൂലം ചുരുക്കുന്നു. നന്ദി. താങ്ക് യു സാർ. ഗ്ലോറി മാത്യു എഴുതിയ 8ാമത്തെ നോവലാണിത്. അത് ഞാനിവിടെ പരിചയപ്പെട്ടു. ഏതായാലും ഈ പുസ്തകം എല്ലാവരും വാങ്ങണം, വായിക്കണം. നമ്മുടെ ലിവി അക്ബർ ഒരുപാട് ആൾക്കാരെ പുസ്തകവുമായി ഇവിടെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് നന്ദി. അതുപോലെ തന്നെ പുസ്തകം എഴുതിയ നന്ദി. താങ്ക് യു. ഒരു സാരി എടുത്തു വരാൻ കാരണം അതും വേണമല്ലോ എന്ന് അറിയാം അല്ലേ സ്ത്രീകൾ? I love my country. എവിടെ പോയാലും ഇന്ത്യയുടെ, പ്രത്യേകിച്ച് പാവയ്ക്ക് പോലെ തൂങ്ങിക്കിടക്കുന്ന ആ കൊച്ചു കേരളത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കാനും അതേക്കുറിച്ച് അഭിനന്ദിക്കാനും ഞാൻ മറക്കാറില്ല. ഐ ലവ് മൈ കൺട്രി. ഐ ആം പ്രൗഡ് ഓഫ് മൈ കൺട്രി. യേശു എല്ലാവരെയും കൂട്ടിപ്പിടിച്ചതുപോലെ തന്നെയാണ് ഇതിലെ എല്ലാവരെയും
യേശു സിൽക്ക് റൂട്ടിലൂടെ ഈ ഇന്ത്യയിലേക്ക് വന്നു. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി ഞാൻ സഞ്ചരിച്ച രാജ്യങ്ങളുടെ എണ്ണം 7ആണ്. ചുമ്മാ വല്ലയിടത്തുനിന്നൊന്നും നോക്കി എഴുതിയതല്ല. പുസ്തകങ്ങൾ 7 രാജ്യങ്ങളിൽ കൂടി സഞ്ചരിച്ച് ചരിത്ര പുസ്തകങ്ങൾ പരിശോധിച്ച് ബൈബിളുമായിട്ട് ലിങ്ക് ചെയ്ത് അങ്ങനെ എഴുതിയൊരു പുസ്തകമാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ കൂട്ടാം ഒരു സ്നേഹിതനെ. ഈ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലെ 1-2 വരികൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കോറിയിടാൻ ആഗ്രഹിക്കുകയാണ്. I started falling in love. You are my life, God. I bow before you, my beloved. May I find rest upon your chest. Cover me with your blanket of love.